മോദിയുടെ റഷ്യ സന്ദർശന വേളയിലും മോദിയുടെ കിയേവ് ഉക്രൈൻ സന്ദർശന വേളയിലും ഇരു നേതാക്കളും പരസ്പരം പറഞ്ഞതാണ്. പുടിനും പറഞ്ഞു എന്തുകൊണ്ട് ബ്രിക്സ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന്, സെലൻസ്കിയും പറഞ്ഞു എന്തുകൊണ്ട് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന്. ഇതാ ഇന്ത്യ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം മോദി സെലൻസ്കിയുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുടിനുമായി. ഞാൻ ചോദിച്ചോട്ടെ, ജപ്പാനിൽ ഇരുന്നു കൊണ്ട്, ടോക്കോയിൽ ഇരുന്നു കൊണ്ട് മോദി എന്തിന് സുഖമാണോ, താങ്കൾക്ക് സുഖമാണോ എന്ന് കിയേവിലിരിക്കുന്ന വൊളോദിമിർ സെലൻസ്കിയോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതേക്കുറിച്ചൊരു ധാരണ, ലോകരാഷ്ട്രീയം മാറി മറിയുന്നു, ഭൗമരാഷ്ട്രീയം മാറി മറിയുന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു സമാധാന നീക്കമായിക്കൂടാ? അതുകൊണ്ട് ഇനി വരുന്ന 4-5 മാസങ്ങൾ, ഡിസംബർ വരെയുള്ള മാസങ്ങൾ, 2025 വർഷത്തെ അവശേഷിക്കുന്ന മാസങ്ങൾ നമ്മൾ ഇന്നേ വരെ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം ഡിപ്ലോമാറ്റിക് മെന്യൂവറിൻ്റെ മാസങ്ങളായി മാറും. അങ്ങനെയെങ്കിൽ 1945 ശേഷം അന്നാണ് ലോകമഹായുദ്ധം അവസാനിക്കുന്നത്, ഇരുധ്രുവ സംവിധാനം ഉണ്ടാകുന്നത്, കോൾഡ് വാർ ഉണ്ടാകുന്നത്. 91 ശേഷം അന്നേരമാണ് യൂണിപോളാർ അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമം ഉണ്ടാകുന്നത്. അതിനുശേഷം 2025 വർഷം ഒരു പാരഡൈം ഷിഫ്റ്റിൻ്റെ, യുഗമാറ്റത്തിൻ്റെ വർഷമായി ഒരുപക്ഷെ ഭാവിയിൽ ചരിത്രം രേഖപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ ആ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു പ്രഡിക്ഷൻ നടത്തുന്നത്. ഒരുപക്ഷെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് അമേരിക്ക വരച്ചിട്ട വരയിലൂടെ ആയിരിക്കില്ല. ഇങ്ങനെയും ഒരു അനുബന്ധം വേണമെങ്കിൽ തള്ളിക്കളയാനാവില്ല.